അപ്പോൾ അവിടെ എനിക്ക് ചേരുന്നതൊന്നും ഞാൻ കിട്ടിയില്ല. പലതിലും ഭാഷ അവിടുത്തെ ആയിരിക്കും. നോർവേയിൽ ഞാൻ നോക്കി, നോർവേയിൽ നോർവീജിയനിലാണ്, ഫിൻലൻഡിലും ഒക്കെ എനിക്ക് ചേരുന്ന രീതിയിൽ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിത്വേനിയയിൽ, അപ്പോൾ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. അപ്പം എന്നെ ഇത് മുമ്പോട്ട് പോയാൽ ആര് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപ്ലൈ ചെയ്തു. ഏജൻസി ഒന്നും വഴി അല്ലായിരുന്നു ആദ്യം ഞാൻ മുമ്പോട്ട് പോയത്. കാര്യം എല്ലാം സെൽഫായിട്ട് ചെയ്ത് പോയി. അപ്പം അതിന് മുതിർന്നില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് ലിത്വേനിയയിലേക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് അവിടുന്ന് അഡ്മിഷൻ എനിക്കവർ തരാനത് ഇൻ്റർവ്യൂവിന് അവർ ഡേറ്റ് തന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ജസ്റ്റ് പോയി. അപ്പോൾ അവരോടും ഇൻ്റർവ്യൂ എടുത്തപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു അവരോടല്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ കൃപാസനത്തിലെ ഈ കാശ് രൂപം ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്കും പോകുമ്പോൾ ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ കൈ പിടിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, അവർ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സംശയം, ഇൻ്റർവ്യൂവിൽ ഞാൻ അത്രയും നന്നായിട്ടൊന്നും അല്ല ചെയ്തത്, എനിക്ക് കിട്ടുമോ, ഇത് നല്ലതാണ്, തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇമെയിൽ വന്നു, എനിക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി.